ഞങ്ങളിലൂടെ ജീവിക്കുന്നു. അദ്ദേഹത്തിന് 1976 ഭൂസമരത്തിൽ എനിക്ക് 12 വയസ്സുള്ളൂ. ആ കാലഘട്ടം ഇദ്ദേഹം നടത്തിയൊരു കാലഘട്ടത്തിൽ അന്നുണ്ടല്ല ഈ മത്സ്യത്തൊഴിലാളികളും കയർത്തൊഴിലാളികളുടെ കാലഘട്ടമുണ്ട്. അന്ന് 10ാം ക്ലാസ് എട്ടാം പഠിക്കുമ്പോൾ നേതാക്കന്മാരെ അല്ലെങ്കിൽ അല്ല വാണിമാർ തേങ്ങയുടെ അന്ന് സ്കൂളിൽ പോകുമ്പം പോകാൻ പറ്റില്ല. എന്താ കാര്യം കൂടി ചെല്ലുമ്പോൾ ഒന്നും കിട്ടില്ല. ഇതാണ് ഇദ്ദേഹം ഞങ്ങൾക്ക് നേടിത്തന്നൊരു 10 സെൻറ്റിൻ്റെ ഉടമ. അതാണ് ഏറ്റവും വലിയ വിജയം. 3 സെൻറ്റിൻ്റെ ഇതിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പറയാനാണെങ്കിൽ പറയാൻ വാക്കുകളിൽ നിന്നാണ് ആദ്യത്തെ സത്യം. നിങ്ങളെ ഒരുപാട് ചാനലുകളും ഇതേപോലെ ചോദിക്കുന്നു. BS എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എന്താ പറയണ്ടേ, അപ്പനല്ല അപ്പൂപ്പനല്ല അതുക്കും മേലെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഞാൻ ഈ 54 വയസ്സായി. അടിസ്ഥാനം മാത്രമല്ല, തൊഴിലാളി വർഗത്തിന് വേണ്ടി ജീവിച്ച് കറകളില്ലാതെ ഒരു കറയും പുരളാത്ത കൈകളിൽ പുരളാത്ത ആ VS-നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ആ VS-ന് വേണ്ടിയാണ് മണിക്കൂറായിട്ട് കാത്തുനിന്ന് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ VS-ന് വേണ്ടി എന്നും ഞങ്ങൾ ജീവിക്കും. ലാൽസലാം സഖാവി. ഏറ്റവും നല്ലൊരു മനുഷ്യനല്ലേ ലോകത്തിൽ തന്നെ ഇപ്പോൾ കണക്കിൽ വരുത്തേണ്ടി വരും അദ്ദേഹത്തിന്. അത്ര നല്ല മനുഷ്യനാണ്. സാധാരണക്കാരന് വേണ്ടി ജീവിച്ച് സാധാരണക്കാരന് വേണ്ടി മരിക്കും. അത്രയും നാളും ബുദ്ധിമുട്ടി. അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം തീർച്ചയായിട്ടും ഒരു തീരാനഷ്ടമായി തന്നെ നിലനിൽക്കും. കണ്ടിരുന്നു അദ്ദേഹത്തെ ഇതിനു മുമ്പ് കണ്ടില്ല. കാണാൻ വേണ്ടി അവിടെ നിന്ന് വന്നേണേ. ബോൾ കാട്ടിൽ നിന്ന് വന്നേണേ. ചേട്ടാ, എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസാന നിമിഷങ്ങളാണ് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാണാൻ വേണ്ടി രാവിലോട്ട് നിൽക്കുകയുള്ളൂ. പക്ഷെ ഇപ്പോഴും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. BS എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങൾക്ക് എത്രമാത്രം പ്രേരണാദായകമായിരുന്നു, പ്രചോദനമായിരുന്നു? പക്ഷെ എല്ലാവരും പറയുന്നത് കേട്ട് നമ്മളെ മനസ്സിലും BS ആയി മാറി. അവരാഗ്രഹം കൊണ്ട് വന്ന് നിൽക്കാൻ തുടങ്ങിയത്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചേട്ടാ എവിടുന്നായിരുന്നു? ഞാൻ ആലപ്പുഴത്തിലാണ്. ചേട്ടാ എന്താ പറയാനുള്ളത്? ചങ്ങനാശ്ശേരി നിന്ന് വരികയാണ്. 102 ഡിഗ്രി പനിയുമായിട്ടാണ് വരുന്നത്, ഗുളികയുമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ സൂര്യനെ കാണാൻ വേണ്ടി പനിയല്ല മഴയല്ല എന്ത് പ്രശ്നമുണ്ടെങ്കിലും വന്ന് കാണുക എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. ഒരു നോക്ക് അവസാനമായിട്ട് കാണാൻ സാധിച്ചു. അദ്ദേഹം എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിൽ ഒരു പ്രേരണയായത്? എന്ന് പറഞ്ഞാൽ ജാതിക്കും മതത്തിനും എതിരെ പാവപ്പെട്ടവനിക്ക് വേണ്ടി ശബ്ദിക്കാനുണ്ടായിരുന്ന ഒരു യുഗപുരുഷനായിരുന്നു. ഞങ്ങളുടെയൊക്കെ ആവേശമായിരുന്നു. അത് തീരെ നഷ്ടമാണ്. മലയാളക്കാർക്കും ഇന്ത്യക്കും അതൊരു നഷ്ടമാണ്. ജീവിതത്തിലെ വലിയ ഒരു വിഷമ കാലഘട്ടങ്ങളിലൊന്നാണ് ഇന്ന്. ശരി, നല്ല മഴയുണ്ട്. അതാണ് എല്ലാവരും പറയുന്ന ഒരേ കാര്യം തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലടക്കം വലിയ പ്രചോദനമായി തീർന്നൊരു നേതാവ് തന്നെയാണ് BS എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മഴയൊന്നും ഒരു പ്രശ്നമല്ല, പ്രതികൂല കാലാവസ്ഥയൊന്നും ഒരു പ്രശ്നമല്ല എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഈ കാണുന്ന ജനക്കൂട്ടം മുഴുവൻ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു ധാര പോലെ ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു നീരൊഴുക്ക് പോലെ ഇങ്ങനെ ആളുകളുടെ ഒഴുക്ക് ആലപ്പുഴയിലെ ആ ചെറിയ വീതിയില്ലാത്ത റോഡുകൾ നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ, ആ റോഡുകളൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിൽ ആളുകൾ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരുടെയും നാവുകളിൽ ഒരേ ഒരു വാക്യങ്ങൾ, അല്ലെങ്കിൽ ഒരേ ഒരു മുദ്രാവാക്യം മാത്രം, കണ്ണേ കേരളേ VS എന്ന് പറയുന്ന ആ ഒരു മന്ത്രം പോലെ തന്നെ ആ ഒരു മുദ്രാവാക്യം മാറിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. എല്ലാവരും പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും നാവുകളിൽ ആ ഒരു മുദ്രാവാക്യം ഇങ്ങനെ ആവർത്തിച്ച് മുഴങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്.